ശ്രീ ടി പി രാമകൃഷ്ണൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആകെ പോൾ ചെയ്ത വോട്ട് കൃത്യം പോളിംഗ് ശതമാനം ഇത് ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇത് ഗുരുതരമായ പിഴവാണ്. മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പല അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും ഇതേ ആക്ഷേപം ഉയർന്നിരുന്നു. പിന്നീട് ക്രമക്കേടുകൾ, വോട്ട് ചോരി ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾക്കുള്ള ആരോപണത്തിനുള്ള പ്രിമൈസ് ഉണ്ടാവുന്ന അവിടെ നിന്നാണ്. എന്താണ് LDF ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായ വിശ്വസ്തത പുലർത്തേണ്ടുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല നിലപാടുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് പോറലേൽക്കുന്ന നിലയിലാണ് ഇപ്പോൾ വന്നുചേർന്നിരിക്കുന്നത്. ഒരു വോട്ടറുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചില്ല. നിരവധി വോട്ടർമാർ വോട്ട് ചെയ്യാതെ വോട്ടിംഗ് കേന്ദ്രത്തിൽ പോയി തിരിച്ചു പോകേണ്ടുന്ന സ്ഥിതി വന്നുചേർന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം 20,000-ഓളം വോട്ടർമാര് ഇപ്പോഴും ചെയ്യാൻ ബാക്കിയാണ് എന്നുള്ളത് കോടതി കൂടി ഇടപെട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എല്ലാ അവകാശങ്ങളും, വോട്ടവകാശമുള്ള മുഴുവൻ ആളുകളുടെയും വോട്ട് രേഖപ്പെടുത്താനുള്ള ഉറപ്പുണ്ടാക്കേണ്ടുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇവർക്കെല്ലാം ഇപ്പോൾ ആർക്കെല്ലാം വോട്ടവകാശം നിഷേധിച്ചോ അവരുടെയെല്ലാം വോട്ട് ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിലപാട് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് വ്യക്തമാക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. നന്ദി ശ്രീ ടി പി രാമകൃഷ്ണൻ ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ദൗർഭാഗ്യകരവും ഖേദകരവുമാണ് എന്നാണ് ടി പി രാമകൃഷ്ണൻ പറയുന്നത്. വോട്ടർമാരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിയുന്നില്ല. അതേസമയം ആകെ പോൾ ചെയ്ത വോട്ടിന്റെ കണക്കും 4 ദിവസം കഴിഞ്ഞിട്ട് പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് വിശദീകരണം. ഇത് പുറത്തുവിടേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നാണ് അനൗപചാരികമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം.